വെൽക്കം ടു കഥൈസല്ലട്ടുബ. ഓക്കെ ഗൈസ്, ഇതൊരു ഫ്യൂഡൽ ലോഡ് തെമ്മാടിയുടെ കഥയാണ്. ചതിയുടെ കഥ, വഞ്ചനയുടെ കഥ, പ്രണയങ്ങളുടെ കഥ. I present to you വയനാടൻ തമ്പാൻ. ഇതിലെ തമ്പാൻ കമൽഹാസനാണ്. ഈ കഥ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ വയനാട്ടിലൊരു കാടിന്റെ അകത്തുള്ള ഒരു മന, ക്ഷയിച്ചു പോയൊരു മന, അതിനകത്ത് ഒരു തമ്പുരാൻ ഭയങ്കര പുള്ളി മരിക്കാറായിട്ടിരിക്കുക. പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരൻ നിത്യ യൗവനം വേണം എന്നും, അതാണല്ലോ ജോണിന്റെ ആഗ്രഹം. പുള്ളിക്കാരനെ എന്നും യങ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് പുള്ളി ഒരു ചാത്തൻ സേവ ചെയ്തു തുടങ്ങും. കരിമുത്തേ എന്ന് പറഞ്ഞൊരു കരിമുത്തേ, ശ്രീലങ്കൻ ബോളറല്ലേ, കരിമുത്ത് ആണെന്ന് അറിയില്ല. പുള്ളി എപ്പോഴും വിളിക്കുന്നത് കരിമുത്തേ എന്ന് പറഞ്ഞ് പുള്ളി റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എപ്പോഴും. അങ്ങനെ പുള്ളി തപസ് ചെയ്തുകൊണ്ടിരിക്കും. കരിമുത്തയാണ് ദേവം. ആ മൂർത്തിയുടെ പേര് കരിമുത്തേ എന്നാണ്. പുള്ളിയുടെ ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടി പുള്ളിനെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യ യൗവനത്തിന് വേണ്ടി നിത്യ യൗവനം നീ നൽകൂ എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ട്. അങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ എല്ലാ തപസ്സുകളും പരിപാടി അങ്ങനെയാണല്ലോ. എങ്ങനെ നമ്മൾ കുറെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് കുറെ ഓരോ ഹോസ്പിറ്റലിൽ പോയിട്ട് അതാ പാടുന്നുണ്ട് സർജറിക്ക് പോകുമ്പോ. ഈ കരിമുത്തനെ കുറെ സുഖിപ്പിച്ചു കഴിഞ്ഞപ്പോ കരിമുത്ത പറഞ്ഞു, ഓക്കെ എടാ നീ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളിക്കാരൻ എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടുമ്പോ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ട് ഒരു കുടത്തിൽ വീഴും. മോനെ ഇതാണ് കന്യാജലം, കുടിക്കും. അപ്പൊ തമ്പാൻ അത് ആർത്തിയോടെ കുടിക്കും. അപ്പൊ തമ്പാൻ ഭയങ്കര യങ് ആവും. പക്ഷെ പുള്ളി ഇങ്ങനെ മറ്റേ മ്യൂച്വൽ ഫണ്ട് ഒക്കെ പറഞ്ഞ പുള്ളി ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. എല്ലാ ഈ തപസ് ചെയ്യുന്നവരെ ഊമ്പിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ടേംസ് ആൻഡ് കണ്ടീഷൻ. പിന്നെ പറയും കുടിച്ചു കഴിഞ്ഞിട്ട്. അതായത് ഇതിനൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് മോനെ നീ റീചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നിന്റെ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പക്ഷെ തീരുന്നൊരു പോയിന്റിൽ വെച്ചിട്ട് നീ എന്ത് ചെയ്യണം, നീ എനിക്കൊരു കന്യകയെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. അപ്പൊ ഞാൻ അതിന് പിടിഞ്ഞ് കന്യാജലം ഉണ്ടാക്കിയിട്ട് നിനക്ക് തരും. അപ്പൊ നീ അപ്പൊ അതാണ് കണ്ടീഷൻ. അപ്പൊ തമ്പാൻ ഇനി എന്ത് ചെയ്യണം, ഈ പുള്ളിയുടെ യൗവനം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഏകദേശം തീരാറാകുമ്പോ പിന്നെ ഇങ്ങനെ ഈ പ്രായം ഒരു പോയിന്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന് പ്രായമായി തുടങ്ങും. അതായത് ഇത് തീർന്നു തുടങ്ങും, ഇതിന്റെ ഈ മരുന്നിന്റെ പവർ തീർന്നു തുടങ്ങും. അപ്പൊ പുള്ളി ഒരാളെ കൊണ്ട് ഇയാള് യൗവനമായിട്ട് എന്തോന്നാണ് ചെയ്യണം, ഇയാൾക്ക് ഇത്ര യൗവനമാവൻ എന്തോന്നാണ് ഇത്ര ചെയ്യാറ്, എന്താന്ന് കാണിക്കുന്നത്. ഇതിലൊരു 100-150 വർഷമായിട്ട് സ്പാൻ ചെയ്ത് നടക്കുന്ന കഥയാണ് ഇത്. അപ്പൊ തമ്പാന് സ്ഥിരം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെമ്പിള്ളേരെ കൊണ്ട് കൊടുക്കണല്ലോ, അത് കന്യകമാരെ വേണം. പുള്ളിക്കാരൻ ആദ്യം ഇരയെ സ്റ്റോക്ക് ചെയ്യും. ഒരു വേട്ട പരിപാടിയാണ്. ആദ്യം സ്റ്റോക്ക് ചെയ്യും, ഇവരുടെ കാര്യങ്ങളും പരിപാടികളൊക്കെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് പിന്നെ വശീകരണമാണ്. അവിടെ ഡാൻസും പാട്ടും പാട്ട് പുള്ളി പാട്ടൊക്കെ പാടിയിട്ട് പുള്ളിക്കാരൻ്റെ ആവശ്യങ്ങളൊക്കെ പറയും. അവസാനം വെച്ചിട്ട് ആദ്യം അവരെ ഭയങ്കരമായിട്ട് മോളെ നീ സൂപ്പറാ, നിന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ കുറെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവസാനം പുള്ളി എൻ്റെ കൂടെ പോരുന്നു എന്നുള്ള സ്കീം പിടിക്കും. അതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് കരിമുത്തേക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നു, കരിമുത്തെ പിഴിയുന്നു, കന്യാജലം കൊടുക്കുന്നു. പുള്ളിക്കാരൻ അത് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്കുള്ള ഒരു ബോണസ് ആയിക്കോട്ടെ. അതെ, ഏറ്റവും നല്ല മോട്ടിവേഷൻ ആയിപ്പോയി. ഇനി ആ സിനിമ എന്തായാലും കരിമുത്ത എന്താണ് ചെയ്യണത് മാത്രം ഫോർവേഡ് അടിച്ച് കാണും. എങ്ങനെ കന്യാജലം സൃഷ്ടിക്കാം. ഒരു സന്തുഷ്ട കുടുംബം, ഏകദേശം ദൃശ്യം മോഡലാണ്. ഒരു തറയിൽ കുറുപ്പന്മാരുടെ ഫാമിലി. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ നാട്ടിലെ പ്രമാണിമാരാ. ഓക്കെ, തമ്പാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന റിച്ച് ടീമിനെ പുള്ളി പിടിക്കുകയുള്ളൂ. അത് പുള്ളിയുടെ അങ്ങനെ എന്തൊരു ടെംപ്ലേറ്റ് പരിപാടിയാണ് പുള്ളിക്ക്. അപ്പൊ ഈ തറയിൽ കുറുപ്പന്മാരുടെ കാരണവരായിട്ടൊരു അമ്മാവനുണ്ട്, അമ്മാവന്റെ മകൻ, അമ്മാവന്റെ അനന്തരവൻ. പിന്നെ ഈ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സ്വത്തൊക്കെ കൈമാറുന്നത് പെൺമക്കൾ വഴിയാണ്. അപ്പൊ അങ്ങനെ ആ തറവാട്ടിലെ കൺമണിയായ കൊച്ചമ്മിണി. ഓക്കെ, കൊച്ചമ്മണിക്ക് കല്യാണാലോചനയൊക്കെ നടക്കുന്ന സമയമാണ്, ആക്റ്റീവായിട്ട് കല്യാണാലോചന നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് തമ്പാൻ വന്നിട്ട് കൊച്ചമ്മണിയുടെ കുളിസീൻ പിടിക്കുന്നത്. സെയിം ദൃശ്യ മോഡൽ തന്നെ. അങ്ങനെ ക്ഷണിക്കപ്പെടാതെ വരുന്നൊരു അതിഥി ഈ അമ്പലക്കടവിൽ വെച്ചിട്ടാണ് തമ്പാൻ കൊച്ചമ്മണിയെ കാണുന്നത്. തമ്പാന് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്. തമ്പാനെ കാണുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ നിന്നു പോകും. അങ്ങനെ പുള്ളിക്കാരൻ വരുന്നത് ആ നാട് കാണാത്ത സെറ്റപ്പിലാണ്. തമ്പാൻ പല്ലക്കിലാണ് വരുന്നത്. പല്ലക്കിൽ ഓഹോയ് 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 ഈ സെറ്റപ്പ്.
അത് പുള്ളിനെ ചുമക്കാൻ ഒരു 5-6 പേരുണ്ട്. സീനടിക്കാൻ പോണതാ. പല്ലക്കിലാണ് പുള്ളി പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ കുളിക്കടവ് കാണുന്നു, പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നു ആളെ. കാണാൻ വലിയ പാടൊന്നുമില്ല അല്ലേ, ജസ്റ്റ് ഇത് അമ്പലത്തിന്റെ കുളിക്കടവാ. ഇങ്ങനെ പറഞ്ഞ കുളിസീനിന്ന് മുന്നോട്ട് പോയില്ല. ഇതിപ്പോ ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷൻ സിനിമ. അപ്പോൾ അതാണ് കൊച്ചമണി. കൊച്ചമണിയും തോഴിമാരുമാണ് അയ്യോടി ഒരുത്തൻ നോക്കി നിൽക്കുന്ന ആ സ്കീം. അപ്പൊ ഇങ്ങനെ കൊച്ചമണി നാണിച്ച് അവിടുന്ന് കേറി പോകുന്നു. അപ്പൊ തമ്പാൻ പുറകെ വന്നിട്ട് പാട്ട് സോങ് ഒക്കെ തുടങ്ങും. കൊച്ചമണി കൊച്ചമണി സൂപ്പറാ, കൊച്ചമണി സൂപ്പറാ. ആ സാധനമൊക്കെ ഇറക്കും. കൊച്ചമണി കുറച്ചൊക്കെ ഇംപ്രസ് ചെയ്യും. ഇതെല്ലാം പറഞ്ഞിട്ട് കൊച്ചമണി വരുന്ന എന്റെ കൂടെ സ്കീം ഇറക്കും. പാട്ട് വഴി പുള്ളിക്കാർ കാര്യം അവതരിപ്പിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾ റിസർവ്ഡ് ആണ്. പറയും അത് പറ്റില്ല മോനെ, വീട്ടിൽ വന്നിട്ട് കാര്യം അവതരിപ്പിക്കാൻ പറയും. ഓക്കെ. അപ്പോൾ തമ്പാൻ നേരെ കുറുപ്പന്മാരുടെ വീട്ടിലോട്ട് ചെല്ലും. കുറുപ്പന്മാർ നോക്കുമ്പോൾ അമ്മാവിനൊക്കെ ഫ്ലാറ്റ് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഓജസ്സും തേജസ്സും ഉള്ള ഒരു തമ്പുരാൻകുട്ടൻ വരുന്നു, പെണ്ണ് ചോദിക്കുന്നു. പുള്ളിക്കാരൻ പറയും ഓക്കെ ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട്. പല്ലക്ക് വരുമ്പോ ചിക്സ് ഒക്കെ ഈ പല്ലക്കിൽ ഒരു റൈഡ് തരുമോ ചേട്ടാ എന്നൊക്കെ. അപ്പൊ നാല് മാൻ പവർ ഇല്ലല്ലോ. അന്നത്തെ ബമ്പിള്ളൊക്കെ ആൾക്കാർ പല്ലക്കി പോണ ഫോട്ടോ അത് നമ്മ ചാരിയൊക്കെയുണ്ട് അതുപോലൊക്കെ നടച്ചിട്ട്. അങ്ങനെ പുള്ളി വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പുള്ളി പറയും എൻ്റെ വീടങ്ങ് ഇവിടെയാണ്, വയനാട്ടിലാണ്, വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അച്ഛൻ പറയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു പെങ്കൊച്ചിനെയും കൂടി കൊണ്ടുവരും, അപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറയും. അപ്പോൾ അമ്മാവൻ പറയും ഓക്കെ നമുക്ക് നോക്കാം, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് വല്ലാണ്ട് അങ്ങോട്ട് കേട്ടിട്ടില്ല. അമ്മാവന് ഇച്ചിരി സംശയമുണ്ട്, പക്ഷെ എന്നാലും അമ്മാവൻ ഓക്കെ ഇട്ടു ഇതൊന്ന് നമുക്ക് നോക്കാം, അന്വേഷിക്കാം, നല്ലൊരു പയ്യനാണല്ലോ. പക്ഷെ തമ്പാന് കുറച്ച് ധൃതിയുണ്ട്, കാരണം തമ്പാന്റെ വാലിഡിറ്റി തീരാറായി. അപ്പോൾ തമ്പാൻ പിറ്റേന്ന് കൊച്ചമണിയും പിന്നെ വീട്ടിലെ അനന്തരവനും കൊച്ചു ചെറുകന അവനും ഇവർ കുളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് വെച്ച് തമ്പാൻ വന്നിട്ട് മോളെ ഒരു നോയമ്പുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ പരദേവതയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഞാനും വന്നിട്ടൊരു തൊഴലും പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ കൂടെ വരൂ. കൊച്ചമണി പറ്റില്ല. അപ്പം തന്നെ പുള്ളിക്കാരൻ ഒരു വെള്ളപ്പൊടി എടുത്തിട്ട് വീശും. ഞാൻ പൊടിയാണ് പിന്നീട് യോധയിൽ ഉപയോഗിച്ചത്. അപ്പോൾ കൊച്ചമണി കംപ്ലൈൻ്റ് ആവും. കൊച്ചമണി ഓക്കെ, കൊച്ചമണി വശീകരിക്കപ്പെടുന്നു ആ പൊടി എറിയുമ്പോഴേക്കും. കൊച്ചമണി അത് പുള്ളി ഒരു മന്ത്രവാദിയാണ്, പുള്ളിക്ക് പവറൊക്കെ ഉണ്ട്. കാരണം ഈ ചാത്തൻ സേവയ്ക്ക് ചെയ്ത് പുള്ളിക്കാരൻ എന്തൊക്കെയോ പവറൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി കൊച്ചമണിയെ വലിച്ച് ഈ കുതിരയെ കയറ്റുന്നു, എന്നിട്ട് രണ്ടുപേരും കൂടെ എസ്കേപ്പ് ആവാൻ നോക്കുന്നു. അപ്പോഴേക്കും ഈ അനന്തരവൻ ചക്കൻ വീട്ടിൽ പോയിട്ട് കാര്യം പറയും, നമ്മുടെ കൊച്ചമണി ചേച്ചിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഈ വീട്ടുകാരെ എല്ലാവരും കൂടെ എന്ന് പറയുക എല്ലാവരും കുതിരപ്പുറത്ത് വരും. എല്ലാവരും കൂടി ഒരു തമ്പാനായിട്ട് സംഘടനം. തമ്പാൻ എന്ന് പറയുമ്പോൾ കൈ എന്ന് പറഞ്ഞ് വീശുമ്പോഴേക്കും ആൾക്കാർ വീഴും. ഒരു വടിക്ക് എടുത്ത് വീശും, അത് ഒരു പാമ്പായി മാറുന്നു. അപ്പോൾ കുതിര അത് കാണുമ്പോൾ പേടിക്കുന്നു, അവർ ഓടുന്നു. അങ്ങനെ തമ്പാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കും. ഇവർ പിന്നെ ഇയാളെ തപ്പി ഇയാളുടെ പുറകെ ഇയാളെ ട്രേസ് ചെയ്ത് പോവാം. അങ്ങനെ ഇവർ വയനാട് എത്തും. അപ്പോൾ ആ നാട്ടുകാരോട് ചോദിക്കും, ഇങ്ങനൊരു ഡൂഡിനെ കണ്ടിട്ടുണ്ടോ, ഇയാൾ ഈ ഏരിയയിലുള്ള ആളാന്നാ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇവർ പറയും ഇവിടെ ഒരു വരശ്ശേരി നായറുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കൂ, പുള്ളിക്കാരനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാവുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ആള് കറക്റ്റ്, ഈ പറഞ്ഞ ആൾ തന്നെയാണ്. പുള്ളി ഇവിടെ വന്നിട്ട് ഒരു 10 പല്ലക്ക് ചുമക്കുന്ന ആൾക്കാരെയും പല്ലക്കും കൊണ്ടൊക്കെയാണ് പോയതെന്ന് പറഞ്ഞു. സംഭവം റെന്റലാണ്. അപ്പൊ തമ്പാൻ റോക്ക്ഡ്. ഓക്കെ, അമ്മാവൻ ഷോക്ക്ഡ്. അമ്മാവന് മനസ്സിലായി ബ്രോക്കസ് മദർ ഫക്കർ. എന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് കാശൊക്കെ തന്നു, എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ആൾക്കാരും തിരിച്ചെത്തി, പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു ഇല്ലോ പരിപാടി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ഇവരാകെ കൺഫ്യൂഷൻ അടിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഈ നാടിൻ്റെ അപ്പുറത്ത് തുളുനാടാണ്, പിന്നെ ഈ വയനാടൻ കാടുകളാണ്. പറയും നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ മൊത്തം കിടന്ന് സെർച്ച് ചെയ്യും. അത് ഇവരുടെ കുടുംബക്കാരേ ഉള്ളൂ. ഒരു 4-5 ദിവസം ഇവർ തപ്പി നോക്കും, പക്ഷെ കിട്ടില്ല. അപ്പോഴേക്കും ഇവർ തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് ഇവരൊരു ഉഗ്ര ശബദം പരിപാടി പിടിക്കും. ഇവർ ഈ അമ്മാവനും അമ്മാവൻ്റെ മോനും ഈ മറ്റേ അനന്തരവനും എല്ലാവരും നിരന്നു നിന്നിട്ട് മറ്റേ വിളക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ശബ്ദം ചെയ്യണം, ഞാനോ എൻ്റെ മോനോ എൻ്റെ മകൻ്റെ മകനോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊച്ചമണിയെ തട്ടിക്കൊണ്ടുപോയി പുള്ളീനെ നമ്മൾ തട്ടും. എല്ലാവരും ശബ്ദം ചെയ്തു. എൻ്റെ കാലം കുറേ കിടന്നു, അമ്മാവനൊക്കെ തട്ടിപ്പോയി. ഈ അനന്തരവൻ വളർന്നു വലുതായി. ഓക്കെ, ഇപ്പോൾ കാലഘട്ടം കുറേ അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ ഇവനൊരു വഴിക്ക് പോകുമ്പോഴാണ് കൂടെ ബോഡി ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പാനെ കാണാം. പുള്ളിക്കാരൻ അന്ന് കൊച്ചിലെ കണ്ടതാ, പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതേപോലെ ഒരാൾ. പുള്ളി ഇങ്ങനെ നിങ്ങൾ തമ്പാനല്ലെന്ന് ചെയ്യുമ്പോൾ അടിപൊട്ടി. തമ്പാൻ എല്ലാത്തിനും അടിച്ച് അല്ല, പക്ഷെ ഇത് മൊത്തം ഫൈറ്റ് സീനാണ്. ഗുരുക്കളൊക്കെ ഉണ്ട്, ഗുരുക്കളൊക്കെ അങ്ങ് നാറ്റിച്ചു വിടും, ഗുരുക്കളൊക്കെ തൂറ്റി.
തമ്പാന് കാരണം 135 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലേ കളരിയില്. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇയാളെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും തമ്പാൻ കയറി വരും. അപ്പൊ ഇവര് എല്ലാരും ഞെട്ടും, ഇതേ ആളെങ്ങനെ ഇയാളെന്നെ എങ്ങനെ വരുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത് ഇവരാലോചിച്ചാകെ വണ്ടർ അടിച്ചപ്പോൾ പുള്ളി പറയും, ഞാൻ കൊച്ചമണിയുടെയും തമ്പാന്റെയും മകനാണ്. എനിക്ക് അമ്മയെ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ് കോർണർ പിടിച്ചിട്ട് പുള്ളി വീട്ടിൽ കയറി പറ്റും. അപ്പോൾ ഈ അമ്മാവൻ്റെ മകൻ പുള്ളിയാണ് ഇപ്പോൾ വീട്ടിലെ, കുഞ്ഞമ്പു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പോൾ വീട്ടിലെ കാരണവരാണ്. അപ്പോൾ പുള്ളി ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, പെങ്ങളാണല്ലോ. അപ്പോൾ മകനെ ഇയാളെ സ്വീകരിക്കുകയാണ്. പക്ഷെ ശരിക്കും തമ്പാൻ വന്നത് എന്തിനാ? ആ നാട്ടിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു റിച്ച് മുസ്ലിം ഫാമിലി ഉണ്ട്. ഓക്കെ, ഒരു കൊയമ്മദ് ഹാജി. പുള്ളിക്കാരൻ ഒരു പ്രാന്തം മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ മകൻ ജനാർദ്ദനൻ, പിന്നെ ജനാർദ്ദനൊരു ചെറുക്കനുണ്ട്. ആ ടെംപ്ലേറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ 3 ആണുങ്ങൾ, ഇവിടെ 3 ആണുങ്ങൾ, ഒരു പെങ്ങള്. അപ്പോൾ ഇവിടെ നബീസ് എന്ന് പറഞ്ഞ പെങ്കൊച്ച് ഇവളുടെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തമ്പാൻ അവിടെ വന്ന് പുള്ളിക്കാരൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ വീട്ടിൽ ഇബ്രാഹിം, ഞാൻ ഭയങ്കര മരക്കച്ചവടക്കാരനാണ്, ഞാൻ ഭയങ്കര റിച്ച് സെറ്റപ്പ് എന്നൊക്കെയാണ് പുള്ളി നാട്ടിൽ പറഞ്ഞു വരത്തുന്നത്. അങ്ങനെ നബീസുവിൻ്റെ പുറകെ പുള്ളിക്കാർ ഇതുപോലെ ചുറ്റും. പക്ഷെ അപ്പോഴേക്കും പുള്ളിയുടെ മെത്തേഡ്സ് ഒക്കെ കുറച്ചുകൂടെ ബെറ്ററായി. എക്സ്പീരിയൻസ് അല്ലേ പുള്ളിക്കാരൻ. അപ്പോഴേക്കും പുള്ളിക്കാരൻ കോൺഫിഡൻ്റ് ആണ്. ഈ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്ന് പുള്ളി ഈ പരിപാടി ചെയ്യുകയാണല്ലോ. പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആൻഡ് പുള്ളി പിക്കപ്പ് ലൈനൊക്കെ അടിച്ചു കൊടുക്കും. അതിലേക്ക് ഇങ്ങനെ മരക്കാരൻ അബ്ദുള്ളയുടെ വീട്ടിലോട്ടുള്ള വഴി അറിയോ? അപ്പോൾ നബീസ്, എനിക്ക് നാട്ടിലെ വഴിയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ പുള്ളി, എന്നാ അറിയുന്നൊരു വഴി ഞാൻ ചോദിക്കട്ടെ, നബീസിന്റെ ഹൃദയത്തിലോട്ടുള്ള വഴി പറഞ്ഞു. ഇപ്പോഴും പെൺകുട്ടികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫോർവേഡ് ആയിട്ടില്ല. അവളോടും ചോദിച്ചു, ഹൃദയത്തിലേക്കുള്ള വഴി ചോദിച്ചു. ഇത് ആ പാട്ട് പരിപാടി ഇപ്പോഴും ഉണ്ട്. പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ കാര്യം അതിന് അതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോ കാര്യം അവതരിപ്പിക്കും. അപ്പൊ നബീസ് പറയും, വന്ന് വാപ്പാനോട് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ അപ്പോഴേക്കും അങ്ങനെ നബീസ് വീട്ടിലെത്തപ്പോഴേക്കും വേറൊരു ടീം പെണ്ണന്വേഷിച്ച് വന്നിട്ടുണ്ട് ഓൾറെഡി വീട്ടിൽ. ഈ ഉപ്പുപ്പ ഭയങ്കര ചെസ് ഭ്രാന്തനാ. പുള്ളിനെ 2 സൈഡും ചെസ് കളിക്കും. അങ്ങനെ ഒരു ഭ്രാന്തൻ. പുള്ളി ഒരു 100 പവന് കല്യാണം ഉറപ്പിക്കും. പുള്ളിയുടെ മകനായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് ജനാർദ്ദനാണ് കേട്ടോ. ഇത് ബാലൻ കെ നായർ. അപ്പൊ നബീസിന്റെ ഹൃദയം തകർന്നു. അപ്പോൾ പുള്ളിക്കാരി തമ്പാൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾ ഓക്കെയാണ്, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ സമ്മതിക്കും. ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഈ പുത്തൻ വീട്ടിൽ ഇബ്രാഹിം പറഞ്ഞ പുത്തൻ വീട്ടിലെ ഇബ്രാഹിമിന്റെ ഡാഡിക്ക് ഓക്കെയാണ്. അപ്പോൾ എന്നാ ശരി മോളെ, വണ്ടി കയറ്. അപ്പോൾ തമ്പൻ സെറ്റപ്പ് മാറിയുണ്ട്, കുതിരവണ്ടിയിലാണ്. അപ്ഗ്രേഡായി. അങ്ങനെ ഇതൊരു വൈകുന്നേര സമയത്താണ് പെങ്കൊച്ചിനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ നാട്ടിലെ സദാചാര പോലീസ് പുള്ളിക്കാരനെ ബ്ലോക്ക് ചെയ്യും. ഇതെന്താ പരിപാടി, ഇത് ഈ വീട്ടിലെ പെണ്ണല്ലേ, നിങ്ങൾ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു, വിളിക്കുക, അവളുടെ ആങ്ങളെ വിളിക്കുന്നു പറഞ്ഞിട്ട് ആങ്ങളെനെ വിളിക്കാൻ ഒരു ടീമൊക്കെ പോയി. ഓക്കെ, അങ്ങനെ ആങ്ങളെ വരുന്നു. പിന്നെ അതായത് ജനാർദ്ദനൻ വരും. പിന്നെ ഫൈറ്റ്, മുട്ടം ഫൈറ്റ്. അതിൻ്റെ ഇടയിൽ ജനാർദ്ദനൻ ഒരു കുത്തൊക്കെ വെച്ച് കൊടുക്കും പുള്ളി. അപ്പൊ എന്നിട്ട് പുള്ളി നബീസിനെ കൊണ്ട് കടന്ന കളിയാണ്. അപ്പൊ ഇവര് നോക്കുമ്പോ നാട്ടുകാർക്ക് മനസ്സിലായി, ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഇല്ലത്തെ കുട്ടിയല്ലേ. അത് നാട്ടിലൊരു ചെറുക്കൻ പറയും, ഇത് ഈ വീട്ടിലെ ആളാണ്, ഇത് നമ്മുടെ ഇവിടെ ഇല്ല, പക്ഷെ ആൾക്കാർക്ക് കണ്ടുപരിചയം കാണുമല്ലോ. അങ്ങനെ ഒരു വിവരം കിട്ടി, ഈ ഇല്ലത്തെ ചെറുക്കനാണ് ഈ കന്നന്തിരി കാണിച്ചെന്നുള്ളൊരു സാധനം കിട്ടി. അപ്പൊ ഇവരെല്ലാരും കൂടെ ഇല്ലത്തോട്ട് കയറിച്ചില്ല. മൊത്തത്തിൽ പറഞ്ഞൊരു ഹിന്ദു മുസ്ലിം ലഹളയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ. ഇവര് വന്ന് ഇവരുടെ കയ്യിൽ തോക്കുണ്ട് കേട്ടോ. ഇവരുടെ കയ്യിൽ കുറച്ചുകൂടെ കൂടുതൽ ഫയർ പവർ ഉണ്ട്. ഇവര് തോക്കും മറ്റൊരു വാളും ഇപ്പോഴും എനിക്ക് അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞമ്പക്കാരനവര് കയറിയിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവനെ കയറ്റിയിരുത്തിട്ട് എന്ത് പറ്റിയുടെ കുട്ട എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ വെക്കും. അവിടെ ആ ടെൻഷൻ മൊത്തം അവിടെ ഡിഫ്യൂസ് ചെയ്ത് കളയാണ്. അങ്ങനെ ആ ഒരു കലാപം വഴിമാറി പോവാണ്. എന്നിട്ട് ഇവർ തമ്മിലങ്ങ് ജോയിന്റ് ആവും. എന്നിട്ട് ഒരു വിളക്കിന്റെ അപ്പുറം ഇപ്പുറം ഈ 3 പേര് നിൽക്കും. ആ കാരണവന്റെ മകൻ, അതിന്റെ മകൻ, ഈ ഫാമിലിയുള്ള ആൾക്കാരും അതുപോലെ ലൈനായിട്ട് നിന്നിട്ട് ശപഥം ചെയ്യും, ഞാനോ എൻ്റെ മകനോ എൻ്റെ മകന്റെ മകനോ ജീവിച്ചിട്ടുള്ള കാലം നമ്മുടെ ഈ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ട് അയാൾ നമ്മൾ തട്ടും. ഇവര് ശപഥം ആ ഇവര് പറഞ്ഞു കൊച്ചമണിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ തട്ടും, ഇവരൊന്നും നബീസിനെ തട്ടിക്കൊണ്ടുപോയത് നമ്മൾ തട്ടും. ഏറെക്കുറെ കൺഫേം ആണ്. പക്ഷെ ഇവർക്ക് നല്ല ചെറിയ സംശയമുണ്ട്, ഇനി ഇതിപ്പോ മറ്റവന്റെ മകനാണോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ടല്ലോ. കൺഫേം ആയിട്ടില്ല. കാലം പിന്നെയും കടന്നുപോയി.
ഓക്കെ, ഇപ്പൊ തമ്പാന്റെ കോൺഫിഡൻസ് പിന്നെയും കൂടി. അപ്പൊ നാടും കുറച്ച് മോഡേണായി. ഇനി തമ്പാൻ കൂടിയിരിക്കുന്ന ആരുടെ പുറകെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ കൊച്ച്, അന്നമ്മ. അന്നമ്മ, സുന്ദരിയായ അന്നമ്മ. അന്നമ്മ പാതയെ അങ്ങനെ അന്നമ്മ എപ്പോഴും ഈ സിനിമയിൽ കാണിക്കുമല്ലോ, ഒരു സുന്ദരിയായ നായികയും സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് രണ്ട് തോഴിമാരും ഉണ്ടാവും. അവരിങ്ങനെ എന്ന് പറഞ്ഞ് ചിരിച്ച് പോകുമ്പോ പുറകെ സൈക്കിളിൽ ബെല്ലടിച്ച ഒരാൾ വരിക. ആരാ? തമ്പാൻ. പക്ഷെ തമ്പാൻ അവിടെ തമ്പാന്റെ ഐഡന്റിറ്റി പറഞ്ഞേക്കുന്ന ആരാ? തോമസ് എന്നുള്ള ഒരു കോളേജ് വാദ്യാരാണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പുള്ളി ഇങ്ങനെ അന്നമ്മേനെ സൈക്കിളിൽ 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് എക്സ്ക്യൂസ് മീ അന്നമ്മേ, ഐ ലവ് യു. പുള്ളി ഇംഗ്ലീഷ് പഠിച്ചപ്പോഴേക്കും ഇയാള് ചെറുപ്പം ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ, പുള്ളി എന്തൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അയാൾ കുറച്ചുകാലം കൂടി ജീവിച്ചോട്ടെ. അപ്പൊ അന്നമ്മയുടെ ഒരു ഫാമിലി സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാല്, അന്നമ്മയുടെ ഡാഡി ഒരു പലിശക്കാരനാണ്, നല്ല പിശുക്കുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എങ്ങനെയും ഈ കൊച്ചിനെ കെട്ടിച്ചു വിടണം, പ്രായമായല്ലോ. അപ്പൊ ഇവള് മെട്രിക്കുലേഷൻ പറഞ്ഞാൽ 10 ആണോ. അപ്പോൾ ഡാഡി പറയുന്ന പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇവളെ നമുക്കൊരു ടീച്ചർ ആകണം, എന്നിട്ട് അവള് കാശുണ്ടാക്കുക, ആ കാശിനെ കെട്ടിച്ചു വിടാം. പിശുക്കനാണ്. അപ്പൊ ഓക്കെ, അപ്പൊ അന്നമ്മ പറയും ഇപ്പൊ തമ്പാൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ മെത്തേഡ്സ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയി. പുള്ളി പറയും ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കട്ടെ എന്ന് പുള്ളി അങ്ങോട്ട് ചോദിക്കുക. ട്രസ്റ്റ് കൂടുമല്ലോ അപ്പോൾ. അപ്പൊ അന്നമ്മ പറയും അയ്യോ തമ്പാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ടീച്ചറൊക്കെ ആയിട്ട് കല്യാണം നടക്കുകയുള്ളൂ. തമ്പാനിങ്ങനെ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതുവരെ നമ്മുടെ പ്രേമത്തിന്റെ ഒരു പവർ നമുക്ക് നിലനിർത്തണമല്ലോ. അപ്പൊ അതിന് കാട്ടിലൊരു പള്ളിയുണ്ട്, ഒരു പഴയ പള്ളിയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഇഷ്ടം ഏറ്റു പറയാം. അതാണ് തമ്പാന്റെ സ്കീം. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അതെന്തിനാ അങ്ങനെ? അത് കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാവുന്ന സ്ഥലമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി സമാധാനിച്ച് നീ ഒരു കാര്യം, നാളെ രാവിലെ ഇറങ്ങ്, വീട്ടിൽ നിന്ന് വേറെ എങ്ങടെയും ടൂർ പോകുന്നോ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അന്നമ്മ ഓക്കെ, കുറച്ച് ഫോർവേഡ് ആയിട്ട് പെൺകുട്ടികളൊക്കെ അങ്ങനെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇറങ്ങാം. തമ്പാൻ ഇവളെ നേരെ കൊണ്ടുപോയിട്ട് ഈ ബലി കൊടുക്കുന്ന സ്കീമാണ്. അപ്പോൾ അന്നമ്മ ആ സമയത്ത് ഭയങ്കര ട്രാൻസ് സ്റ്റേറ്റിലാണ്, പുള്ളിക്കാരിക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നത്, വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇവളെ വലിച്ചുകൊണ്ട് ഈ കരിമുത്തയുടെ ഫ്രണ്ടിൽ എത്തിക്കുമ്പോഴേക്കും ഇവിടെ വല്ലാതെ ഇല്ലാണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ അപ്പോഴും പുള്ളിക്കാരിക്ക് എന്താ നടക്കുന്നതെന്ന് ഒരു ധാരണ കിട്ടുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി എന്ത് കയ്യിലുള്ള കുരിശെടുത്ത് വീശും, കരിമുത്ത പേടിക്കും. അലലിയ കുരിശിന്റെ പവർ. ഓക്കെ, അപ്പോ കരിമുത്ത പേടിച്ചു. മുസ്ലിങ്ങൾക്ക് പവറില്ല, ക്രിസ്ത്യൻസിന് പവർ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഹിന്ദുക്കൾക്കും നമ്മളാണ് കരിമുത്തേ കേട്ടോ. അപ്പോ എന്നിട്ട് ഇവള് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി ഇവള് വീട്ടിലെത്തിയിട്ട് ഇവൾക്ക് ഇത് കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയായിട്ടും ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല, മനസ്സിലാവുന്നില്ല എന്താ ഉണ്ടായെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്ക് തമ്പാൻ പിറ്റേന്ന് നൈസിന് വരും. അന്നമ്മ ഇതൊക്കെ ചോദിച്ച് അപ്സെറ്റ് ആവുമ്പോൾ തമ്പാൻ പറയും ഇതൊക്കെ ഒരു പ്രാങ്ക് ആയിരുന്നു മോളെ, നീ വല്ലാതെ പേടിച്ചു എന്ന് പറയും. അപ്പോൾ അങ്ങനെ അന്നമ്മേനെ പറഞ്ഞ് ഗ്യാസ് ലൈറ്റ് ചെയ്ത് കളയും. അന്നമ്മയ്ക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല ചെയ്ത് ഗ്യാസ് ലൈറ്റിങ്. അന്നമ്മ അത് വിശ്വസിക്കും. എന്നിട്ട് ഇവര് ഓക്കെ നമുക്ക് കല്യാണം കഴിക്കുന്നുള്ള സ്കീമൊക്കെ പിടിക്കും. അങ്ങനെ തമ്പാൻ വീട്ടിൽ വന്ന് പെണ്ണ് വീഴുക. അപ്പോൾ അപ്പം പറയും ആരും ഇല്ലാത്തൊരു തെണ്ടിക്കും നമ്മൾ കെട്ടിച്ചു കൊടുക്കില്ല, അതൊന്നും പറ്റില്ല. അപ്പോൾ തമ്പാൻ അനൗൺസ് ചെയ്യും എന്നൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ മാരേജ് ചെയ്തു. അപ്പോൾ അങ്ങനെ വീട്ടുകാർ തകർന്നു പോവാണ്. പക്ഷെ ഇവര് ഒരു ജീവിതം തുടങ്ങും. തമ്പാന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. തമ്പാൻ ഹാസ് ഫാളൻ ഇൻ ലവ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ആ ഒരു അവസ്ഥ. അന്നമ്മ അത്രയും കിടുവായിരുന്നു. അതാണ് ഇച്ചിരി പുരോഗമനം വന്നൊരു പെങ്കൊച്ചാണ് തമ്പാന് വീട്ടിൽ കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആവുകയാണ്. അങ്ങനെ തമ്പാനൊന്ന് മൂഡായിട്ട് വരുമ്പോഴേക്കും അനൗൺസ്മെന്റ് വരും, തമ്പാനേ ഇത്ര കാണിക്കരുത്, ഇത് എനിക്ക് പറഞ്ഞേക്കുന്നതാണ്, ഉടായിപ്പ് കാണിക്കരുതെന്ന് പറയും. അപ്പൊ നമ്മൾ സോറി പുള്ളി സോറി പറയും. അപ്പോൾ ഒക്കെ കരിമത്തെ ഒന്ന് അടങ്ങും. കുറച്ചുകൂടെ സമയം കടന്നു പോവാണ്. പുള്ളിക്കാരി അന്നമ്മയെ കൊണ്ടുപോയിട്ട് അർപ്പിക്കുന്നില്ല അതുവരെ. അന്നമ്മ ഛർദ്ദിക്കും. തമ്പാൻ ഭയങ്കര ഹാപ്പി. തമ്പാന്റെ ലൈഫിൽ ആദ്യത്തെ സംഭവമായിരിക്കാം അത്. ഇത്രയും നീണ്ട ലൈഫിനകത്ത് പിന്നീട് നടക്കുന്ന കണ്ടുപിടിക്കാൻ എത്ര പാടാണ് നീ കഥ പറയുന്നത്. തമ്പാൻ എത്ര കന്യാജലം കുടിച്ചാണ് അവസാനം പ്രണയത്തിലായത്. 3 ജന്മം വേണ്ടി വന്നു. അപ്പൊ പുള്ളി
ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി. ഇവര് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നു. അതിന് എന്നിട്ട് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ അനൗൺസ്മെന്റ് ചെയ്തു, തമ്പാനേ നീ ഊമ്പത്തരം കാണിച്ചു അല്ലേ. അപ്പോൾ അവന്റെ യൗവനം പുള്ളി തിരിച്ചെടുക്കും. അപ്പോഴേക്കും തമ്പൻ ഹേ എന്നൊക്കെ പറയും. തമ്പാന്റെ മൊത്തം ശരീരമൊക്കെ ചുളിഞ്ഞു തുടങ്ങും, യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇയാൾ കിടന്ന് പാനിക്ക് അടിക്കുമ്പോൾ അന്നമ്മ അടിക്കും. അന്നമ്മ നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഏതോ പ്രായം ഏതൊരു ഡൂഡ്. ഇയാൾ ഇറങ്ങി ഓടും. ഇയാളങ്ങനെ ഇറങ്ങി ഓടി 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 പുള്ളി അവിടെ എത്തും, ഇയാളുടെ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് കരിമുത്തയുടെ കാലിൽ വീഴും. കാലിൽ വീണ് പുള്ളി ഭയങ്കരമായിട്ട് കരയും, ഭയങ്കരമായിട്ട് അപേക്ഷിക്കും. കരിമുത്ത് ഓക്കെ ശരി ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ അവസാനത്തെ വാണി, ലാസ്റ്റ് വാണി കൊടുക്കാം അല്ലേ. കരിമുത്ത് ഇച്ചിരി നല്ല മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ കാലം കുറച്ചുകൂടെ കടന്നുപോയി കേട്ടോ. അപ്പൊ തമ്പാൻ ഇനി എന്നാ ഇത് നീ പാർട്ട് 2 ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ പുള്ളിക്കാരൻ മനസ്സിലായി മോഡേൺ പിള്ളേരോട് കളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് അവിടെ അങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരൻ തോന്നിക്കാണ്. അല്ല അപ്പൊ പുള്ളിക്കാരൻ നേരെ പ്രാകൃതമായിട്ടുള്ള രീതികളിലോട്ട് പോവാണ് ഇനി. അപ്പൊ ഇനി മഞ്ചേരി കാടുകൾക്കകത്ത് ഒരു ട്രൈബൽ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു തെയ്യാട്ടം അങ്ങനെ എന്ത് ഭയങ്കര സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ മ്യൂസിക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ പാടി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സുന്ദരനായ തമ്പാൻ പുള്ളി ഡാൻസ് കളിക്കുന്നു ട്രൈബ്. പക്ഷെ ഇത്തവണ പുള്ളി വേറെ പരിപാടി ഒന്നുമില്ല, അത് കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, പറ്റുന്ന അല്ലെങ്കിൽ ആൾക്ക് മനസ്സിലായി ആൾക്ക് മറ്റേ ഇതുണ്ട്, മറ്റേ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ട് ആൾക്ക്. അതായത് ആളൊരു ദീപക് മോഹനാണ്, മൊത്തം പ്രശ്നം. അപ്പോൾ പോലീസ് വരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസുകാരും പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. പോലീസ് വന്നു, പക്ഷെ പോലീസുകാർക്ക് ഇങ്ങനെ ഈ അധസ്ഥിതരാണല്ലോ, അവരുടെ കാര്യത്തിൽ ഇടപെടാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വല്ല പിടിപാടൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ മറ്റേ ഒരു കോഴീനെയും കപ്പയും കിഴങ്ങൊക്കെ കൊണ്ടിട്ട് ഇൻസ്പെക്ടർക്ക് കൊടുക്കും, ഇതൊന്ന് കേസൊന്ന് പരിഗണിക്കണമെന്നാണ് പുള്ളി, വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടറിഞ്ഞ് അപ്പോഴേക്കും ഈ പെമ്പിള്ളേർ നഷ്ടപ്പെട്ട ഫാമിലീസൊക്കെ ചേർന്ന് ഒരു ടീമായിട്ടുണ്ട്. ഏകദേശം ഇവർക്കറിയാം, ഇവന്റെ ഒരു ലുക്ക് ഏകദേശം അറിയാം. പണ്ട് ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഇല്ല എന്നുള്ളത് ഒരു ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ ഒരു ബാൻഡായി, ഇവര് ഇങ്ങനെ ഒരു സംഭവം നടന്നു പത്രത്തിൽ വരും. അപ്പൊ അത് വായിച്ചറിഞ്ഞ് ഇവരെല്ലാരും കൂടെ ഇവിടെ വരും. അപ്പോഴാണ് ഈ പോലീസിന്റെ അനാസ്ഥയൊക്കെ ഇവർ അറിഞ്ഞത്. എന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന, എന്നാൽ നിങ്ങൾ എടുക്കാൻ പറയും. ഓക്കെ, അപ്പോ കാലം കുറച്ചുകൂടെ അങ്ങോട്ട് കടന്നുപോയി. അപ്പൊ എന്തായി, തമ്പാൻ പിന്നെ കോൺഫിഡന്റ് ആയി. കാലം കുറച്ചുകൂടെ കടന്നുപോയി. ഇപ്പൊ നമ്മുടെ നാട്ടില് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടില് ബസ് വന്നു. ഇതൊരു പിക്നിക്കിന്റെ ബസ്സാണ്. നമ്മുടെ നാട്ടില് ബസ് വന്നു, ഒരു പിക്നിക് ബസ്സാണ്. കുറെ കോളേജ് കുമാരിമാര് പോകുന്നൊരു ബസ്. തമ്പാനൊരു ക്യാമറ ഒക്കെ മേടിച്ചിട്ടുണ്ട്, ക്യാമറ കണ്ടിട്ടുണ്ട്. ഈ ക്യാമറ കൊണ്ട് പുള്ളി ഇതിന്റെ പുറകെ പോവാ. അപ്പൊ ഇവര് ഒരു പാർക്കിനകത്തോട്ടാ പോകുന്നത്. അപ്പൊ തമ്പാനും ഇവരുടെ പുറകെ കയറും. എന്നിട്ട് പറയും, എനിക്ക് ബ്യൂട്ടി എവിടെ കണ്ടാലും എനിക്കത് അങ്ങ് ഫോട്ടോ എടുക്കണം, അങ്ങനെ ഒരു വീക്ക്നെസ് ഒക്കെ മൊത്തം ഇംഗ്ലീഷിലാ പുള്ളി. അപ്പൊ ഇവര് പാർക്കിനകത്ത് ഇരിക്കുമ്പോൾ പുള്ളി വന്നിട്ട് ഇവരുടെ ഫോട്ടോ ഒക്കെ എടുക്കും. അതിനിടയിൽ ഇതിനകത്ത് എൽസി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, അവളാണ് അതിനകത്ത് മെയിൻ. അത് നമുക്ക് അറിയാലോ, ഒരു ഗ്രൂപ്പ് കാണിക്കുമ്പോൾ അതിനകത്ത് സുന്ദരിയായ ഒരു കുട്ടിയുണ്ടാവും. സൈഡ് പാവം കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ ഒരു വാർഡനുണ്ട്. അപ്പൊ എൽസി ഇയാളുടെ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ച് ഇയാളുടെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അപ്പോഴേക്കും വാർഡൻ ഇവിടെ വരും. ഇയാൾ ആര് ഇങ്ങനെ കൊണ്ടുപോയി ഈ തമ്മാനെ ഊക്കി വിടും, അവിടെ ഊക്കി മരത്തെ കയറ്റി. എന്നിട്ട് ഇയാൾ ഓടിക്കുക അവിടെ നിന്ന്. വാർഡന്റെ മുമ്പിൽ പുള്ളിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അത് പുള്ളി അവിടെ നിന്ന് പോകും. പക്ഷെ പിന്നെയും പുള്ളി കറങ്ങി തിരിഞ്ഞ് എൽസിയുടെ അടുത്ത് വരും. എന്നിട്ട് എൽസിക്ക് ഫോട്ടോയൊക്കെ കാണിച്ചെടുത്ത് മോളെ കണ്ട് നൈസ് പിക്സാ, അതിനെ പിക്ചറൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്നാൽ ഇയാളുടെ പടം ഞാൻ എടുത്തില്ല, അതും കൂടെ തരാൻ പറയും. വാശി പിടിക്കും പുള്ളിക്കാരി. പിന്നെ ഇവരോട് സംസാരിക്കാൻ ഒരു ഓപ്പണിംഗ് കിട്ടും, ഒരു തമ്പാൻ അതും കൊടുക്കും. എന്നാൽ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു നൈസ് ടേംസ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇത് പുള്ളിക്കാരിയുടെ ബുക്കിനകത്ത് വെക്കും. ഈ ബാക്കി പിക്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ തമ്പാൻ്റെ പിക്ചർ വെക്കും. അങ്ങനെ പുള്ളിക്കാരി എക്സാമിൻ്റെ ബ്രേക്കിന് പുള്ളിക്കാരി വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മ പുള്ളിക്കാരിയുടെ ബുക്ക് എടുത്ത് ചുമ്മാ മറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന തമ്പാൻ്റെ പിക്ചർ. തോമസ്, അന്നമ്മയാണ് അമ്മ. സത്യം റെഡി, ഇതാരാ. അപ്പൊ എൽസി നിന്ന് വേർക്കും. എൽസിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ ഇവളുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇതിപ്പോ ഇയാളുടെ മകനാണോ, എല്ലാവരുടെയും പ്രശ്നം അതാ. അപ്പൊ
ഇവരിതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തരും. ഇനി ഇവനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചട്ടം കിട്ടും. ഇയാള് ഡേഞ്ചർ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ കളി. പക്ഷെ ഡേഞ്ചർ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇത് വരുമല്ലോ, ഒരു ആ ബോയ്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ. വീട്ടുകാര് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത്ര അട്രാക്റ്റീവ് ഒരു സാധനം വേറെ ഇല്ല. അപ്പോ ഇവള് തിരിച്ച് ഹോസ്റ്റലിൽ പോകും പരീക്ഷയുടെ സമയത്ത്. ഇവൾക്ക് റൂംമേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ റൂംമേറ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് തമ്പാൻ ജനലിന് പുറത്ത് വന്നിട്ട് ക്യാമറ വെച്ചോണ്ട് പുള്ളിയുടെ മാഗ്നറ്റിക് നോട്ടൊക്കെയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് ബാഡ് ബോയ്സിന്റെ കൂടെ കൂട്ടുകൂടരുന്നൊക്കെ പറയട്ടോ. സോറി മോളെ, ചേട്ടാ ഒരു ബാഡ് ബോയ്. അപ്പോ പക്ഷെ എൽസി ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോകും. അമ്മ ഇവളെ കാണാൻ വേണ്ടി അവിടെ വരുമ്പോ ആളവിടെ സ്ഥലത്തില്ല. അമ്മ തകരും. അപ്പൊ അയാളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയി എന്ന് പറയുമ്പോ അമ്മ വല്ലാണ്ടാവും. അപ്പോൾ അന്നമ്മ ഇതിനു മുമ്പ് ഈ ബാക്കി ടീമിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തമ്പാന്റെ കാര്യം പറഞ്ഞ് ഡിസ്കഷനിൽ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പുള്ളിക്കാരി എങ്ങനെയൊക്കെയോ പുള്ളിക്കാരി ഇരുന്ന് ഓർത്ത വഴി എങ്ങനെയോ കണ്ടുപിടിച്ച് അവിടെ തമ്പാന്റെ മനയിലോട്ട് എത്തുന്നു. അങ്ങനെ അവിടെ വെച്ച് ഏകദേശം ഇവന്റെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളെ വലിച്ചഴച്ച് ആ റൂമിൽ കൊണ്ടിട്ട് കരിമുത്തയുടെ ഫ്രണ്ടിലോട്ട് വലിച്ചിടാൻ നിൽക്കുമ്പോഴേക്കും അന്നം വന്നു, അരുതേ, അത് നിങ്ങളുടെ മകളാണ്. തമ്പാൻ അന്നമ്മയെ കാണുമ്പോൾ തമ്പാൻ ആ പഴയ സ്നേഹം എല്ലാം കൂടെ മനസ്സിലോട്ട് വരും. തമ്പാൻ ഇയാളോട് കേണപേക്ഷിക്കും, അരുതേ കരിമുത്തേ, എന്റെ മോളെ കൊണ്ടുവരുതേ, എന്റെ മകളാണ്. പക്ഷെ കരിമുത്ത തമ്പാനേ, നിനക്ക് ലാസ്റ്റ് വാണിംഗ് ഓൾറെഡി തന്നതാ, നിന്നെ ഞാൻ തീർക്കാൻ പോകുന്നവർ തമ്പാൻ അങ്ങ് ആവാഹിച്ച് കളയും. തമ്പാൻ മരിക്കും. അപ്പോഴേക്കും നമ്മുടെ മറ്റേ പഴയ മുസ്ലിം ഫാമിലിയിൽ മകനുള്ള ജനം, പുള്ളി ഭയങ്കര പ്രായമായി. പക്ഷെ പുള്ളിക്കാരൻ്റെ പഴയ തോക്ക് ഇപ്പോഴും ഉണ്ട്. പുള്ളിക്ക് തോക്ക് കൊണ്ട് വെട്ടി വെച്ച് ഡോറൊക്കെ പൊട്ടിച്ച്, എന്നിട്ട് പിന്നെ കരിമുത്തൻ്റെ പ്രതിമയൊക്കെ വെട്ടി വെച്ച് പൊട്ടിച്ച് താഴെ അഗ്നികുണ്ടത്തിലിട്ട് കത്തിക്കും. അവിടെയാണ് ഈ സിനിമ തീരുന്നത്. ഈ സിനിമ ഞാൻ കൊച്ചിലെ കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിലെ തമ്പാൻ കമൽ ഹാസനാണ്. ആ ക്യാരക്ടറിന് ആളെന്നെ വേണല്ലേ, ചുള്ളൻ വശീകരിക്കാൻ. എന്താ ഈ പടത്തിന്റെ പേരെന്തായിരുന്നടാ? വയനാടൻ തമ്പാൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ പറയാ. അപ്പൊ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. അടുത്ത ആഴ്ച ഇതുപോലെ ഒരു സിനിമയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേറൊരാളും കൂടെ വരുന്നതായിരിക്കും. ടിൽ ദെൻ താങ്ക് യു. Keep watching other episodes. ഇത് സ്പോട്ടിഫൈയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ go watch on Spotify if you prefer that. Thank you.